എൻ്റെ പൊന്നടാ, ഇന്നൊരു പരീക്ഷണം നടത്താൻ പോവാ. എന്നാ പരീക്ഷണം എന്നറിയോ? എന്നതാ, കുളമാവോ ഇല്ലയോ എന്നൊരു അറിയാനൊരു പരീക്ഷണം. ഇത് ഫസ്റ്റ് പരീക്ഷണമാണ്. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. കേക്ക് ബേക്കിങ്. എങ്ങനെയാവുമെന്ന് നമുക്ക് കണ്ടറിയാം. കണ്ടോ കൊണ്ടുവരിക. ആദ്യത്തെ ആയതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക, കൊള്ളാമെങ്കിലും ഇല്ലെങ്കിലും. എന്നാൽ തുടങ്ങിയാലോ? ഓക്കെ. എൻ്റെ ഇടയ്ക്ക് ഒരാളിവിടെ വണ്ടി ഓടിച്ച് കളിക്കുന്നുണ്ട്. ഒരാളിവിടെ വലിയ കുക്കിംഗ് പരിപാടിയാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് കേക്കിൻ്റെ പരിപാടിയിലേക്കും പോവാം. സെറ്റ്. ഈ മോൾഡാണ് നമ്മൾ കേക്കിനായിട്ട് വാങ്ങിച്ചേക്കുന്നത്. ഇതാണോന്നൊന്നും അറിയത്തില്ല. നമ്മൾ പരീക്ഷണമായിട്ട് ഇതങ്ങ് എടുത്തു. പിന്നെ ബട്ടർ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. സെറ്റ് ചെയ്തോ? പിന്നെ കേക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നൊരു തെറി പറയരുത്. ഇതിങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ മാൽമേനെ പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതോടെ സെറ്റാക്കി വെച്ചു. എന്തിനാണോ അല്ല ഇപ്പൊ പറഞ്ഞേ. ഇങ്ങോന്ന് പറഞ്ഞായിരുന്നു. എന്തത്? ആദ്യം നമുക്ക് മൈദ അരക്കപ്പെടുക്കാം. ഇതെന്തുവാ? അളവ് വെപ്പോ? അളവ് വെപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഓൺലൈൻ ആയിരിക്കും. സ്റ്റെപ്പ് എന്താ? കൊക്കോ പൗഡർ. കൊക്കോ പൗഡർ കാക്കപ്പോ. കപ്പെന്ന് പറഞ്ഞാൽ ഇപ്പൊ എടുത്ത കപ്പില്. കൊക്കോ പൗഡർ എത്രയാന്ന്? അരക്കപ്പോ? ഓക്കെ. ഈ സ്പൂണൊക്കെ ഇവിടെ നിന്ന് പിടിക്കുന്നേ. ഇനി എന്നാ വേണ്ടതെന്നറിയോ? ഒരിച്ചിരി ഉപ്പ്. ഇപ്പെടുത്തോണ്ട് ഞാൻ പറ്റേ. ഓക്കെ. ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? ഇച്ചിരി അവത്തെ വരുന്നുണ്ട്. അത് പിന്നെ പറയണ്ടല്ലോ, ഫസ്റ്റ് ആയിട്ട് കുഴപ്പമില്ല. ഈ അരത്തിൽ കൂടെ വരികയില്ല. ആഹാ, ഇതിന്റെ വലിയൊരു പോണോ? അത് കുഴപ്പമില്ലാത്ത അപ്പത്തോ നമുക്ക് മാറ്റിയെടുത്താൽ മതിയല്ലോ. പിഴച്ചു പോയിട്ടില്ലല്ലോ. ചെറിയ വരം വലിയ വന്നിരിക്കുകയാണ്. അത് വലിയ കരുതി അല്ലേ? എന്നാ പൊടിയും തരേക്ക് മാറ്റാനോ? ഒന്നാ പൊടി തന്നെ അല്ലേ? ഇനി ഇതിനകത്ത് വേസ്റ്റ് ഉണ്ടോ? നേരാണല്ലോ. ഓക്കെ, അപ്പം സെറ്റായി. അങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കി അത് മാറ്റി വെച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു 4 മുട്ട എടുത്ത് ബീറ്റ് ചെയ്യണം. 4 മതിയോ? 4 മതി. നമ്മൾ ട്രൈ ചെയ്യുന്നതല്ലേ, നോക്കാം. അങ്ങനെ 4 മുട്ട ഒഴിച്ചിട്ടുണ്ട്. ഒരെണ്ണം പൊട്ടിപ്പോ അല്ലേ? എന്തായാലും പൊട്ടിക്കാനുള്ളതല്ലേ. പൊട്ടിക്കുന്നത് വെച്ച് നമുക്കൊരു വിഷയമല്ല. ഇനി എന്താ എന്നാ മിക്സാക്കണ്ട അതിൻ്റെ കൂടെ? ഇങ്ങനെ തന്നെയാണോ? അല്ലല്ല, ഇതിനകത്ത് 1 ടീസ്പൂൺ ഇതിടണം. വാനില എസൻസ് ഒഴിക്കണം. പൊട്ടുന്നില്ലല്ലോ, പൊടിച്ചാ ആരോഗ്യം ഇല്ലല്ലേ? അതെന്തോ വാനില എസൻസ് ചേർക്കണ്ടേ? എനിക്കറിയത്തില്ലല്ലോ, നമ്മളെല്ലാം ഊഹത്തിന് പുറത്തല്ലേ ചെയ്യുന്നേ. അവൻ വരെ സംശയിക്കുന്നു ഊഹത്തിന്റെ പുറത്താണോ എന്ന്. ഇനി എന്താ? ഇനി ഒന്ന് ബീറ്റ് ചെയ്യണം. അതിന് അടിക്കാൻ പോകണോ? സാറിന് മിക്സിക്കകത്താണ് കടിക്കുന്നത്? അല്ല, ബീറ്ററുണ്ടെങ്കിൽ ബീറ്ററാണ് നല്ലത്. നമുക്ക് ബീറ്റർ ഇപ്പോൾ കയ്യില്ലാത്തതുകൊണ്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് അടിക്കാൻ പോവാ. ഓക്കെ, അത് മാത്രമോ? അല്ല, അത് കഴിയുമ്പോൾ നമ്മൾ ഈ പൊടിച്ച പഞ്ചസാര ഇടും. പൊടിച്ച പഞ്ചസാര അല്ലേ? ഇതാദ്യമേ ഞാൻ കറക്കി എടുക്കട്ടെ. ഓക്കെ. അങ്ങനെ നമ്മുടെ മുട്ട നല്ല കടിച്ചു വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് പൊടിച്ച പഞ്ചസാര അതിന് കുറച്ച് കടിച്ചു നോക്കാം. നമ്മുടെ മുട്ടയും പഞ്ചസാരയും അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തെന്താ? അടുത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രമൊക്കെ മാറ്റി സെറ്റാക്കി ഇനി തന്നെ മിക്സ് ചെയ്തല്ലേ? മിക്സ് ചെയ്യണം. എല്ലാം ഇവിടെ നന്നായിട്ട് കുഴഞ്ഞു വരണം. അങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ ഉണ്ടാക്കാം ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ കടച്ചക്ക കറി. ചോറിനാറായല്ലേ? നടക്കട്ടെ, ഞങ്ങളോട് പരിപാടി സെറ്റാക്കട്ടെ. മോനോട് ഇവിടെ ആഹാ, ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുഞ്ഞിന് ഫസ്റ്റ് തരാ. ഫസ്റ്റ് മിക്സ് ആക്കിയത് പോരെ? ഇനി വേണോ? ഇനി എന്താ? ഓക്കെ. അങ്ങനെ നമ്മുടെ ഓവൻ പ്രീഹീറ്റിൽ വെച്ച് വരുന്നത് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ? ട്രെയിലോട്ട് ഈ ഡയറക്റ്റ് വെക്കുവാണോ? ഇതിനകത്ത് ചോക്ലേറ്റ് ഒക്കെ അടക്കമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആണോ? നല്ല ക്രീം ആയിട്ടുണ്ടല്ലോ. അറിയത്തില്ല, നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ. പരാജയമാണോ വിജയമാണോ നമുക്ക് യോനി നേരം പറയാം. ഇപ്പൊ നമുക്ക് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ട്, മണമുണ്ട്. ഇനിയിപ്പോ അത് ബേക്കായി വരുമ്പോ എങ്ങനെയാണെന്ന് നമുക്ക് സാറില്ല. ഫ്ലോപ്പാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സങ്കടമൊന്നുമില്ല. നമ്മൾ ആദ്യത്തെ തവണയല്ലേ, പരാജയത്തിലൂടെ അല്ലേ പഠിക്കുന്നത്.
അല്ലേ? നമ്മളത് പിച്ച് വെച്ചാണ് കയറുന്നത്. പ്രോത്സാഹിപ്പിച്ചാ പിച്ച് വെക്കാണ്ടല്ലേ പ്രോത്സാഹിപ്പിക്കുന്നത്. എനിക്ക് പറഞ്ഞു ഇങ്ങനെ കഴിച്ചാലോ? വേണ്ട, ചെറുക്കൻ ഇഷ്ടപ്പെടാൻ തോന്നുന്നു. അവൻ കണ്ടു ഇനി ഇതിങ്ങനെ ടാപ്പ് ചെയ്യാം. ഇതിൻ്റെ എയർ ബബിൾസ് പോകാനാണെന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചൊന്നും വലിയ പിടുത്തമില്ല. ഇനി നമുക്കിത് ഓവനിലോട്ട് വെക്കാം. ബേക്ക് ഇത് ഓൺ ആക്കണം. ബേക്ക് തന്നെ കിടക്കണം. ടൈമും ടെമ്പറേച്ചർ ഒക്കെ ഉണ്ടോ? എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. എത്ര? എനിക്ക് 30 മിനിറ്റ് 180 ഡിഗ്രി തന്നെയുണ്ട്. അപ്പം ബേക്ക് ആയി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. കണ്ടോ ഒളിഞ്ഞു നോക്കുന്ന കണ്ടോ? ആദ്യത്തെ പരീക്ഷണമായോണ്ട് റെഡിയാവോ ടെൻഷനില്ലേ ഒളിഞ്ഞു പോട്ടെ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ നോക്കുവോ എന്റെ സംഭവം. ആവട്ടെ, നമുക്ക് സമയമുണ്ടല്ലോ. ടെൻഷൻ വിട്. തുരക്കണ്ട. ലൈറ്റ് ഇട്. ആവട്ടെ. ഇനി ഇവിടെ എഴുന്നേക്കത്തില്ലായിരിക്കും. മഞ്ഞിലോട്ട് പോവാണ് ഗ്ലൗസ് ഒക്കെ ഇട്ട്. എനിക്കൊരു സമയമായോ? മറിയ നോക്കട്ടെ. തേടാ ഇത് പൊങ്ങി പൊളപ്പറായല്ലോ. എടുത്തു. ആരേ വിജയകരമായ നാണക്കേടാണല്ലോ. ഞാൻ പാടി പോകുന്ന ഓർത്തോണ്ടിരിക്കുമ്പോ കഴിച്ചു നോക്കിട്ടില്ലേ ബാക്കി പറയുന്നല്ലേ. ആണ്ട് കുത്തി നശിപ്പിച്ചു. അതിന്റെ ലുക്ക് കളഞ്ഞു. ഇനി കൊള്ളത്തില്ല. അത് കുത്തിയോണ്ട് ഫ്ലോപ്പാ. എന്നെ കുത്തി അങ്ങ് നോക്കിക്കുവാണ് തന്നെ. അല്ല ഇതിന്റെ ഉള്ളു ഈ നടക്കാൻ വന്നിട്ടില്ല. അപ്പൊ ഒന്നുകൂടെ വെക്കണം. ഓ ഓക്കെ. പ്രതീക്ഷ അസ്തമിക്കാൻ പോവാണോ? അങ്ങനൊന്നും പറയരുത്. ഇപ്പൊ വെന്തോ? കുത്തി നോക്കിയിട്ട് എന്തായിട്ടാ തോന്നുന്നേ. എന്നാല് ഇതിനി തണുപ്പിക്കാൻ പോകണം. ഓക്കെ. ഇതെങ്ങനെ അല്ലായിരുന്നു തോന്നുന്നു. പാടിയോ ചെറുതായിട്ട്. ഇതിങ്ങനെയല്ല ഇനി കട്ട് ചെയ്ത ഷേപ്പിലൊക്കെ ആക്കണം അല്ലേ? ആവോ അറിയില്ല. എന്തായാലും ഫൈനൽ ടച്ച് വരെ പോവാ. കുറച്ച് സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടാക്കുന്നില്ലേ കണ്ടിട്ട്? ഷേപ്പില് ആർക്കെങ്കിലും അറിയാൻ പറഞ്ഞു ഇങ്ങനെ ഒരാണോന്ന്. കേക്ക് ഉണ്ടാക്കുന്നത് ശരിയാക്കും. അങ്ങനെ ഫസ്റ്റ് പീസ് കണ്ടിച്ചെടുത്തു. സൈസ് വ്യത്യാസമുണ്ട്. ഇവിടെ കണ്ടിച്ചതിന്റെ കുഴപ്പമാണോ? കടിച്ചതിന്റെ കുഴപ്പമാണോ? കൊടുക്കാനല്ലോ. രണ്ട് കയറ് ആക്കിയാലോ? സാധനം കുറവല്ലേ? എന്തായാലും നമ്മൾ ഒഴിച്ച സാധനം കുറവല്ലോ. കുഴപ്പമില്ല. അപ്പം ഇനി ഇത് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ബീറ്റ് ഇല്ലാത്തതാണ് നമുക്ക് കിട്ടാതിരുന്നത്. പിന്നെ നമ്മുടെ ആദ്യത്തെ അറ്റം വരുന്നത് ഇതൊക്കെ നിസ്സാരം. ഒന്നും പറ്റില്ല. നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഞാൻ അതിനകത്ത് കുറച്ച് പഞ്ചസാര ഇടുക. ഇവിടെ പൊതുവെ മധുരം കൂടുതലുള്ള ആൾ ഞാൻ മാത്രമാണ്. ബാക്കിയെല്ലാം മധുരം കുറവ് മതി. ഇനിയാണ് ചോക്ലേറ്റ് ഒക്കെ വേണ്ടേ? നല്ലതാ. ഉണ്ടെങ്കിൽ ഇതിലൂടെയൊക്കെ ഇട്ടാൽ എങ്ങനെ ഇരിക്കും എന്തോ. പരീക്ഷണങ്ങൾ മാത്രം. നമുക്ക് ഡയറി മിൽക്ക് തന്നെ തിന്നാലോ? എന്നാ അഭിപ്രായം? അത് വേസ്റ്റ് ആക്കണ്ടായിരുന്നു. അരിഞ്ഞിട്ട് ആവശ്യമില്ല. മറ്റേ മുറിക്കുമ്പോഴത്തേനും വായിലോട്ടിട്ടാ പോലെ. കഷ്ടപ്പെടണ്ടല്ലോ. ഞാൻ ഇത്തിരി കഷ്ടപ്പെടോളാം. ചോക്ലേറ്റ് എല്ലാം ചീവി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് തന്നെ ഷുഗർ സിറപ്പ്. ഇതിന്റെ ആദ്യമേ എന്താ വെള്ളമായിട്ട് തേച്ചിരിക്കുന്നത്? അതെ, വിപ്പിംഗ് ക്രീം തേക്കാൻ തുടങ്ങിയപ്പോഴാണ് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ടോ മറവി. നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനി സോക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? എനിക്കറിയത്തില്ല സത്യമായിട്ടോ. ഇങ്ങനെയാണോ എന്താണ് നല്ലോണം സോക്ക് ചെയ്തിട്ട് എല്ലായിടത്തും എത്തിച്ചിങ്ങനെ സോക്കിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ
മൊത്തം എൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലേ. ഇനി ഇത് ഇച്ചിരി ഇട്ട് നമ്മളിങ്ങനെ രണ്ടെണ്ണം ചുമ തേച്ചിട്ടാണ് പ്ലേറ്റ് അടിയിൽ അങ്ങനെ ചെയ്യാം. അവിടെ നോട്ടെ നമുക്ക് മുടക്കുന്നില്ലല്ലോ. നമ്മളിങ്ങനെ ആദ്യത്തെ പീസ് അത് നമ്മളെ ഇച്ചിരി ലാഗ് വന്നില്ലേ, ഇച്ചിരി അങ്ങോട്ടൊക്കെ പോയില്ലേ. നമുക്ക് നോക്കാം. ഇങ്ങനെ കവർ ചെയ്തു. ഇവൻ എത്തി പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. നല്ല ദിവസമാണ്. ലാസ്റ്റ് ഫ്രിഡ്ജ് വരെ വെച്ചായിരുന്നു. പിന്നെ സമയക്കുറവ് കൊണ്ട് ഇങ്ങനെ എടുത്തോണ്ട് വന്നതാണ്. എന്തായാലും ഫസ്റ്റ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല. പാളിപ്പോയി എന്നായാലും കുളമായി. അങ്ങനെ പറയണം, എന്നായാലും കുളമായി. ഈ ജ്യൂസുകൾ ഇരിക്കട്ടെ. ചിലപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ഇച്ചിരി ടൈറ്റായിട്ട് വരുമെന്നേ. നമുക്ക് ഫൈനൽ കണ്ടിട്ട് നോക്കാം. അല്ല, വിപ്പിംഗ് ക്രീമിന്റെ പരിപാടി കഴിഞ്ഞു. ഇനിയാ ഈ ചോക്ക് വരുന്ന നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കയറ്റിയേക്കാം. ഈ വണ്ടിയെ നിറങ്ങാൻ ഒരു ഉദ്ദേശവുമില്ല. ഇവിടെ കിടന്നാലമ്പ്. നമ്മുടെ ഫൈനൽ ടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ വന്നിട്ടുണ്ട് കേട്ടോ. രുചിയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. വലിയ കുഴപ്പമില്ലെന്നല്ല, രുചിയുണ്ട്. കാണാൻ വലിയ തരക്കേടൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ. വലിയ ഹാർഡും അല്ല. അത്യാവശ്യം ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സ്പ്രഷൻ കൊള്ളാം. പരാജയപ്പെട്ടിട്ടില്ല അത്രയ്ക്ക്. വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പം അട്ടർ ഫ്ലോപ്പ് അല്ലായിരുന്നു, അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. നമുക്ക് അടുത്തതിന് ഇങ്ങനല്ലേ നമ്മൾ പിച്ച് വെച്ച് സെറ്റായി വരും.